ആഖിറത്തിലേക്ക് കൊണ്ടുവരാൻ എന്റെ കയ്യിൽ ഒരു അമലുമില്ല, ഭക്ഷണമായി കൂടെ കരുതാനൊന്നുമില്ല. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരാൾ വന്നു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മതസ്സഅ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, വമാ അഅതലിസ്സഅ, ഖിയാമത്ത് നാൾ നീ എന്തേ ഒരുക്കി വെച്ചത്? ഖാല ഹുബ്ബുല്ലാഹി വറസൂലിഹി, ഞാൻ അല്ലാഹുവിനോടും അവന്റെ ഹബീബിനോടുമുള്ള സ്നേഹമാണ് ഒരുക്കി വെച്ചത്. അല്ലാഹുവിനോടും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമുള്ള സ്നേഹമാണ് ഒരുക്കി വെച്ചത്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഫഇന്നക മഅമൻ അഹ്ബബ്ത, നീ സ്നേഹിച്ചവന്റെ കൂടെയാണ്, നിശ്ചയം നീ സ്നേഹിച്ചവന്റെ കൂടെയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഫഅന ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അവന്റെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നു. വഅബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സ്നേഹിക്കുന്നു. വഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അവന്റെ ഹബീബായ തങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സന്തത സഹചാരിയായ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഖലീഫയായ അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഈ ഉമ്മത്തിൽ രണ്ടാമനായ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഫർജു അൻ അകൂന മഅഹും, ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരെ കൂടെയാകാൻ, നാളെ ആഖിറത്തിൽ ഞാൻ അവരെ കൂടെയാകാനാണ് എന്റെ താല്പര്യം. എന്നിട്ട് മഹാനവറുകൾ പറയാ, വഇല്ലം അഅമൽ ബിഅമാലിഹിം, അവരുടെ അത്രയൊന്നും ഇബാദത്ത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും, അവരുടെ അത്രയൊന്നും ഇബാദത്ത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞാൻ അവരെ കൂടെ കൂടാൻ ഇഷ്ടപ്പെടുന്നു, ഖൽബിൽ അവരോട് മഹബ്ബത്ത് വെക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഇബാദത്തൊക്കെ വലിയ സംഗതിയാ സഹോദരങ്ങളെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയായ ഒരു പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു പരാതി പറയാണ്. യാ റസൂലല്ലാഹ്, അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യൻ അബൂബക്കർ പാതിരാ സമയത്ത് വീട്ടിൽ നിന്ന് കരള് വേവിക്കുകയാണ്, മാംസം വേവിക്കുകയാണ്. എന്റെ വീടാണെങ്കിൽ പട്ടിണി കിടന്നിട്ട് മക്കൾ ഉറങ്ങാൻ കൂട്ടാക്കാത്ത കഷ്ടതയുള്ള പ്രയാസമുള്ള വീടാണ്. ആ സമയത്ത് പാതിരാ സമയത്ത് അവിടുത്തെ വിശ്വസ്തനായ ശിഷ്യന്റെ വീട്ടിൽ നിന്ന്, അവിടുത്തെ പരിസരത്തു നിന്ന് നന്നായിട്ട് മാംസം വേവിക്കുന്ന ഗന്ധമടിക്കുന്നു, മണം വരുന്നു. അബൂബക്കർ ഞങ്ങളെ പരിഗണിക്കുന്നില്ല, അയൽവാസികളെ ശ്രദ്ധിക്കുന്നില്ല. പരാതി വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിപ്പിച്ചു. പ്രിയപ്പെട്ട ശിഷ്യനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, അബൂബക്കറേ, നിങ്ങൾ അയൽവാസിനി ഒരു പെണ്ണ് പരാതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാതിരാ സമയത്ത് കരള് വേവിക്കുകയാണ്, മാംസം വേവിക്കുകയാണ്, നിങ്ങൾ ഭക്ഷിക്കുകയാണ്, മാംസാഹാരം കഴിക്കുകയാണ്, എന്നാൽ അയൽവാസിയായ പട്ടിണി കിടക്കുന്ന പാവങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പരാതി. ഇല്ല യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ പാതിരാ സമയത്ത് മാംസം പാകം ചെയ്യാറില്ല, കരള് വേവിക്കാറില്ല, എന്റെ വീട്ടിൽ അങ്ങനെ ഒരു പരിപാടി നടക്കാറില്ല. ഉടനെ ആ പെണ്ണിടപെട്ടിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂബക്കർ കളവ് പറയാണ് നബിയേ, അബൂബക്കർ കളവ് പറയാണ്, ഞാൻ എപ്പോഴും എന്റെ മൂക്കിലടിക്കുന്നല്ലേ അവിടുത്തെ മണം, മാംസത്തിന്റെ മണം. ഹബീബായ തങ്ങൾ ഇടപെട്ടു, ശിഷ്യനെ പറ്റി കളവ് പറയുന്ന ആളാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറയുന്നു, പെണ്ണേ, എന്റെ സിദ്ദീഖ് കളവ് പറയൂല. ശിഷ്യനെ കുറിച്ച് എന്തൊരു ധാരണയാണ്, ഉറപ്പാണ്, എന്റെ അബൂബക്കറെ കളവ് പറയൂല. ഈ പെണ്ണു പരാതി പിന്നെ ഹബീബായ തങ്ങളിലേക്കാണ് ചൂണ്ടുന്നത്. യാ റസൂലല്ലാഹ്, റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളും റഹ്മത്തുൽ ലിൽ ആലമീനായ എല്ലാ സൃഷ്ടികൾക്കും റഹ്മത്ത് ചെയ്യാൻ അല്ലാഹു പറഞ്ഞേച്ചങ്ങും
പാവപ്പെട്ട എന്റെ പരാതി പരിഗണിക്കാതെ ശിഷ്യന്റെ കൂടെ സൈഡ് നിൽക്കുകയാണോ നബിയേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം വേദനിച്ചു പോയി. ഈ പെണ്ണ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. മുത്തായ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്ന, അബൂബക്കറേ, പാതിരാ സമയത്ത് നിസ്കരിക്കാറുണ്ടോ? പാതിരാ സമയത്ത് നിസ്കരിക്കാറുണ്ടോ? ഉണ്ട് നബിയെ. കരയാറുണ്ടോ? ഉണ്ട്. ഹൃദയം കരിഞ്ഞിട്ട് കരയാറുണ്ട്. ഹൃദയം അറിഞ്ഞിട്ട് കരയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സഹോദരിയോട് പറയുന്നു, പെണ്ണേ, എന്റെ അബൂബക്കർ കളവ് പറയൂല. നിന്റെ പരാതി ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അള്ളാഹുവിനോടുള്ള ഭക്തിയാദരവിനാൽ ഹൃദയം തകർന്ന കരച്ചിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് പാതിരാ സമയത്ത് എഴുന്നേറ്റ് വല്ലാതെ അങ്ങ് നിസ്കരിച്ചപ്പോ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ. ആ സമയത്തുള്ള മണം കരളിന്റെ മണമാണ്. അത് ബീഫടിച്ചതല്ല, അതുപോലെ ആടും ഒട്ടകത്തിന്റെയും മാംസത്തിന്റെ മണമല്ല. സഹോദരങ്ങളെ, ആ നിലക്ക് ഇബാദത്തിന് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റിയ മഹാനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു في خد فاروق من الخلفاء خطان أسودان من بكائي. അധികാരം കിട്ടിയ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫയായിട്ടും കരഞ്ഞു, ധാരാളം കരഞ്ഞു. മംബകാ മിൻ ഖശിയത്തില്ലാഹ് ഫഖദ് ഹറമഹുല്ലാഹു അലന്നാർ. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവരാരാണോ നരകത്തിന് അവരെ ഹറാമാ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. എന്തിനാ സഹോദരങ്ങളെ അബൂബക്കറായ ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷം അറിയിച്ച ആളല്ലേ. എന്തിനാണ് ഇബാദത്തെടുത്ത് കരയുന്നത്? എന്തിനാണ് ഉറക്കമൊഴിയുന്നത്? എന്തിനാണ് ആഖിറത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നത്? അവരത് ചെയ്യേണ്ടതില്ലല്ലോ. കാരണം ഒരു സദസ്സിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു, സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു. ഞാൻ അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു നല്ല വെള്ളക്കൊട്ടാരം, വൈറ്റ് പാലസ് കണ്ടത്. ഒരു നല്ല വെള്ളക്കൊട്ടാരം. എനിക്കതിൽ കയറി നോക്കണോന്നൊരു ആഗ്രഹം തോന്നിപ്പോയി. നല്ല കൊട്ടാരമാണ്. ഞാൻ ചോദിച്ചു, ആരുടേതാണ് ജിബ്രീലേ ഈ കൊട്ടാരം? ഇത് ഉമറിന്റേതാണ് നബിയേ. ഉമറിന്റെ കൊട്ടാരമാണെന്നറിഞ്ഞപ്പോ സമ്മതമില്ലാതെ കയറണ്ടെന്ന് കരുതിയിട്ട് ഞാനതിൽ കയറിയില്ല. സ്വർഗത്തെ നമുക്ക് ബോധ്യപ്പെടുത്തിയ, ലൗഹം കലമും നമുക്ക് ബോധ്യപ്പെടുത്തിയ, നരകത്തിന്റെ ഗൗരവവും പ്രളയവും നമ്മെ ത്വര്യപ്പെടുത്തിയ, മഹ്ശറയുടെ എല്ലാ ഗൗരവവും നമുക്ക് ബോധ്യപ്പെടുത്തിയ, അർശും കുർസും ബോധ്യപ്പെടുത്തിയ, മീസാനും സിറാത്തും തുലാസും നമുക്ക് പരിചയപ്പെടുത്തിയ, റബ്ബിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വെറുതെ വാചക കസർത്ത് നടത്തുന്ന ആളല്ല. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. സംസാരിച്ചിട്ടുണ്ടോ അത് വഹ്യ് കൊണ്ട് മാത്രമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിലെ വീട് കണ്ടിട്ട് സാക്ഷ്യപ്പെടുത്തിയ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ ഓർമ്മിച്ചിട്ട് കരഞ്ഞിരുന്നു. കരഞ്ഞു എന്ന് മാത്രമല്ല, നല്ല വെളുത്തിരിക്കുന്ന മുഖമില്ലയോ, നല്ല കവിളില്ലയോ, ആ കവിളിൽ നന്നായി 2 പാട് കാണാമായിരുന്നു. ടൈൽസിൽ പൈപ്പിൽ നിന്ന് വെള്ളം ലീക്കായാൽ സ്ഥിരമായി വെള്ളം ഇറ്റുന്ന സ്ഥലത്ത് ചെറിയ പാടുകൾ, കറുത്ത എന്നെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്തമായ കളറുകളിലുള്ള മണ്ണിന്റെ കളറൊക്കെയുള്ള പാട് കാണും. സ്ഥിരമായി വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് വെച്ചു, ഒരു ടാങ്കി വെള്ളം കൊണ്ട് വെച്ചാലൊന്നും മാർക്കാറൂല. അതേ സമയത്ത് സ്ഥിരമായിട്ട് വെള്ളം ഇറ്റുന്ന സ്ഥലത്ത് ഒരു പാറന്റെ മേലെ ഇറ്റിയാൽ പോലും ഓരോ സെക്കൻഡ് ഓരോ മിനിറ്റ് വെള്ളം ഇറ്റിയാൽ ഒരു വാട്ട വെള്ളം കഴിയുമ്പോഴത്തേക്ക് തന്നെ ചിലപ്പോൾ ചെറിയ അസറുണ്ടാവും. അവിടെ ഒരു വലിയ ടാങ്കി കൊണ്ട് ഒന്നിച്ചു മറിച്ചാൽ കാണൂല. അതേ സമയത്ത് സ്ഥിരമായിട്ട് വെള്ളം ഇറ്റിക്കൊണ്ടിരിക്കുമ്പോ പാടുകൾ കാണുന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. അള്ളാഹുവിനെ ഓർമ്മിച്ചിട്ട് കരയുകയായിരുന്നു. ആഖിറത്തിന്റെ വിജയം ഓർമ്മിച്ചിട്ട് കരയുകയായിരുന്നു. സ്വർഗമുണ്ട്, അവിടെ വീടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് വളരെ സങ്കടത്തോടെ കണ്ണുനീർ തുടച്ചിട്ടൊരു ചോദ്യം, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം തന്നെ കിട്ടാൻ കാരണക്കാരനായ അങ്ങ് എന്റെ സ്വർഗത്തിലെ വീട്ടിൽ കയറിയാൽ അതിനെന്റെ സമ്മതം എടുക്കേണ്ടതുണ്ടോ നബിയേ? അങ്ങ് വീട്ടിൽ കയറിയാൽ അതിന് സമ്മതം എടുക്കേണ്ടതുണ്ടോ നബിയേ? ഞാൻ പറഞ്ഞത് ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ മഹാന്മാരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ അല്ലാഹുവിനെയും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്നേഹിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ സ്നേഹിക്കുകയാണ്. ഫർജു അൻ നകൂന മഅഹും, ഞാൻ അവരെ കൂടെ ആകാനാണ് കൊതിക്കുന്നത്, അവരെ കൂടെ പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, ഞാൻ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഇതെന്തൊരു ലോകമാ മോനെ, ഇതെന്തൊരു കഷ്ടതയുള്ള ലോകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളാണെന്ന് നമ്മൾ വേണമെങ്കിൽ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു നമ്മൾ വെറുതെ പറയുകയാണ്. പാട്ട് കേൾക്കുമ്പോൾ നിനക്കത് ഓർമ്മയില്ല, കളി കാണുന്ന സമയത്ത് നിനക്കത് ഓർമ്മപ്പെടുന്നില്ല, സിനിമ കാണുന്ന സമയത്ത് നിന്നെ അത് ബോധ്യപ്പെടുത്തുന്നില്ല.